നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, എനിക്ക് വെപ്രാളാവുക. അവിടെ സ്റ്റേഷനില് വിശാൽ സാറിനെ SIയും പോലീസുകാരും കൂടി ഉപദ്രവിക്കുമോ? കള്ളം പറയുന്നോടാ. തോക്കുമായി പട്ടാപ്പകൽ പാർക്കിനുള്ളിൽ കയറിയിട്ട് ഒരുത്തനെ കൊല്ലാൻ വേണ്ടി വെടിവെച്ചിട്ടാ അഭിനയിക്കുന്നോ നീ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇടിച്ച് കൂമ്പ് കളക്ക് ഞാൻ. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനല്ല ശേഖരമേനോനെ വെടിവെച്ചത്. നീ അല്ല അത് ചെയ്തതെങ്കിൽ പിന്നെ നീ എന്തിന് തോക്കും കൊണ്ടാ പാർക്കിൽ വന്നു? അത് നിന്റെ തോക്കല്ലേ? അതെ, അത് എന്റെ തോക്ക് തന്നെയാണ്. അത് നീ തന്നെയല്ലേ പാർക്കിൽ കൊണ്ടുവന്നത്? അതെ. എന്തിന്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിന് തോക്കുമായിട്ട് നീ അവിടെ വന്നു? പറയടാ, പറയാൻ. അത് ശേഖരമേനോനെ കൊല്ലണമെന്ന് കരുതി തന്നെ തോക്കുമായി അയാളെ കാണാൻ വന്നത്. അങ്ങനെ വഴിക്ക് വാ. ശേഖരമേനോനെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യവുമായി പാർക്കിലെത്തിയ നീ അയാളുടെ നേരെ വെടിയുതിർത്തു. അതാണ് സത്യം. അല്ല സർ, അതൊന്നും അല്ല സത്യം. ശേഖരമേനോനെ കൊല്ലാൻ വേണ്ടി ചെന്നത് ഞാനാണെങ്കിലും അയാളെ വെടിവെച്ചത് ഞാനല്ല. വെറുതെ എന്റെ കൈക്ക് മെനക്കേട് ഉണ്ടാക്കരുത് നീ. മര്യാദയ്ക്ക് ചെയ്ത കുറ്റം സമ്മതിച്ചിട്ട് ഏറ്റു പറഞ്ഞോ, ഇല്ലെങ്കിൽ നീ ഇഞ്ച പരുവാവും മോനെ. ചെയ്യാത്ത കുറ്റം ഞാൻ എങ്ങനെയാ ഏൽക്കുന്നത്? ശേഖരമേനോനെ വെടിവെച്ചത് ഞാനല്ലാന്ന് പറഞ്ഞില്ലേ? അയാളെ വെടിവെച്ചത് മറ്റാരോ ആണ്. വിശാലേ, വിളച്ചിലെടുക്കരുത് നീ. സാറിന് വിശ്വാസമായില്ലെങ്കിൽ സാർ ആ തോക്കൊന്ന് പരിശോധിക്ക. അത് ഫുള്ളി ലോഡഡ് ഗണ്ണാണ്. മുഴുവൻ ബുള്ളറ്റ്സും അതിൽ ഇപ്പോഴും ഉണ്ട്. ഒരു ബുള്ളറ്റ് പോലും പുറത്തു പോയിട്ടില്ല. ശേഖരമേനോനെ ഞാനാണ് വെടിവെച്ചതെങ്കിൽ അതിൽ നിന്ന് ഒരു ബുള്ളറ്റ് മിസ്സാവണമല്ലോ. അത് ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചതാ. എടാ വിശാലേ, അതിലുള്ള ഒരു വെടിയുണ്ട മിസ്സിംഗ് ആണ്. അത് അതിലുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അത് എവിടെ പോയി? പാർക്കിൽ വന്നപ്പോ ആ തോക്ക് ഫുള്ളി ലോഡഡ് ആണെന്ന് താൻ പറഞ്ഞതല്ലേ? ഉറപ്പാണ്. എങ്കിൽ അതെവിടെ? വരുന്ന വഴിക്ക് കളഞ്ഞു പോയോ? ഇല്ലല്ലോ. എടോ, ആ ബുള്ളറ്റാണ് ശേഖരമേനോന്റെ ബോഡിയിലുള്ളത്. അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്തോളാം. സർ, ഞാനല്ല ശേഖരമേനോനെ ഷൂട്ട് ചെയ്തത്. ഞാനല്ല. വിശാലേ, തെളിവുകളെല്ലാം തനിക്ക് പ്രതികൂലമാണല്ലോടോ. അതുകൊണ്ട് ഇവിടെ കിടന്ന് വെറുതെ വാദപ്രതിവാദം നടത്തി തന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിക്കണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് കോടതി പറഞ്ഞാ മതി. എന്റെ ഉദയനൂരമ്മ, ശേഖരമുത്തശ്ശന്റെ ജീവന് ആപത്തൊന്നും വരുത്തരുത്. അദ്ദേഹത്തിനെ രക്ഷിക്കണേ.
ശേഖര മുത്തശ്ശന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മുത്തശ്ശൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരണം. നടന്ന സംഭവങ്ങളൊക്കെ മുത്തശ്ശൻ പോലീസിനോട് തുറന്നു പറയണം. വിശാൽ സാറല്ല മുത്തശ്ശനെ വെടിവെച്ചതെന്ന് മുത്തശ്ശൻ പോലീസിനോട് പറഞ്ഞ വിശാൽ സാറ് രക്ഷപ്പെടുമല്ലോ. മുത്തശ്ശൻ രക്ഷപ്പെടും പാർവതി. നീ സമാധാനമായിട്ടിരിക്കെ. വിശാൽ ബ്രോയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഡോക്ടർ, ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. പേഷ്യന്റ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കൃത്യസമയത്ത് ആളിവിടെ എത്തിച്ചത് ഭാഗ്യായി. അപ്പോ ശേഖരമേനൻ ചത്തില്ലല്ലേ? എന്റെ ഉദയനരമ്മ കാത്തു. മുത്തച്ഛൻ ഓർമ്മ തിരികെ കിട്ടും. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും പാർവതി. പ്രതാപ പറയൂ. ചേച്ചി, അയാൾ ചത്തിട്ടില്ല. ഇപ്പോഴും ജീവനുണ്ടായേക്ക്. ചത്തില്ലേ? ഇല്ല, പക്ഷെ ബോധം വീണിട്ടില്ല. അത് ഭാഗ്യേ. ഏതായാലും ഈ അവസ്ഥയിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. പ്രതാപ, അങ്ങനെ ചിന്തിച്ച് സമാധാനിക്കുന്നത് അബദ്ധമാണ്. അത് നമുക്ക് ആപത്താ. ഇപ്പൊ ബോധമില്ലെന്ന് കരുതി എപ്പോഴും അയാൾ ആ അവസ്ഥയിൽ കിടക്കുമെന്നാണോ നീ കരുതുന്നത്? എപ്പോഴെങ്കിലും അയാള് കണ്ണു തുറന്ന് പോലീസിനോട് നടന്നതെല്ലാം തുറന്നു പറഞ്ഞാലോ? എടാ, നമ്മള് ജയിലിൽ കിടക്കേണ്ടി വരും. അല്ല ചേച്ചി, ഇപ്പോ ഹോസ്പിറ്റലിൽ വെച്ച അയാളെ അതിനുള്ളിൽ വെച്ച് തന്നെ തീർക്കണം. ചേച്ചി, ശേഖരമേനോൻ ഇനി ജീവനോടെ ഉണ്ടാവരുത്. കൊന്നേക്കയാളെ. ശേഖരമേനോൻ ചത്തുവെന്ന വാർത്തയുമായിട്ടല്ലാതെ നീ ഇനി എന്റെ മുമ്പിൽ വരരുത്. അല്ല ചേച്ചി, ചേച്ചി, ഹലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.